നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ? അതായത് നമ്മളെ ഷെയർ ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസിനെ കുറിച്ച് എന്ന് പറയുന്നത് സ്കാം 1992 ഹർഷത് മേത്ത സ്റ്റോറി. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തരികിട പരിപാടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹർഷത് മേത്ത എന്ന് പറയുന്ന ആൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി അതിനെ അതിസമർത്ഥമായിട്ട് അദ്ദേഹം യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ സ്കാം 1992 ഹർഷത് മേത്ത സ്റ്റോറിയിലൂടെ പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ത്രില്ലർ എന്നോ അല്ലെങ്കിൽ ബയോഗ്രാഫിക്കൽ ഡ്രാമ എന്നൊക്കെ വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ഐറ്റമാണ്. ഇന്ത്യയിലെ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസിൽ ഒന്നായിട്ടാണ് എനിക്ക് ഈ സോണി ലിവിലുള്ള സ്കാം 1992 കുറിച്ച് തോന്നിയിട്ടുള്ളത്. 10 എപ്പിസോഡുകളിലാണ് ആദ്യ സീസൺ ഉള്ളത്. അപ്പോൾ എന്തായാലും കണ്ടിരിക്കുക. ഓരോ എപ്പിസോഡ് പോലും ഒരു മിനിറ്റ് പോലും നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല. അതുപോലെയാണ് സിനിമയുടെ വെബ് സീരീസിന്റെ കഥ മേക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എടുത്തു വെച്ചിരിക്കുന്നത്. ശരിക്കും ഹർഷത് മേത്ത ഇങ്ങനെ തന്നെയാണോ എന്ന് നമ്മളെ തോന്നിക്കുന്ന വിധത്തിലുള്ള മേക്കിംഗ് ഒക്കെയാണ് സംവിധായകൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കാണുന്നുണ്ടെങ്കിൽ 10 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു തീർക്കാം. അദ്ദേഹത്തിന്റെ സ്റ്റോറിയെ കുറിച്ച് മനസ്സിലാകും, ഇന്ത്യയെ കുറിച്ച് മനസ്സിലാകും, ഇന്ത്യയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് മനസ്സിലാകും, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാകും. ഒരു സ്റ്റഡി പർപ്പസ് ആയിട്ടാണെങ്കിൽ തന്നെ ഈ ഒരു വെബ് സീരീസ് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അതുപോലത്തെ ഒരു കിഡിൽ ഐറ്റമാണ്. കിഡിൽ എന്ന് പറഞ്ഞാൽ കിഡിൽ ഐറ്റമാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഐറ്റമാണ് സ്കാം 1992 ഹർഷത് മേത്ത സ്റ്റോറി.